ഹായ് ഗായ്സ്. അപ്പം ഞാൻ അന്നൊരു ചില്ലി ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഹോം മെയ്ഡ് മസാല ദോശയാണ്. ആദ്യം ഞാൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം. ഞാൻ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ്ലി കാണിച്ചു തരുന്നില്ല. ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലിടാം. അത്ര എല്ലാവർക്കും അറിയായിരിക്കും മസാല നമുക്ക് അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും വരത്തില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാൻ അത് ഇടുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടാവണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിടാം. ഓക്കെ, കടുകിടുമ്പോൾ എല്ലാവരും ദൂരോട്ട് നിൽക്കണം, പൊട്ടി തെറിക്കും. സ്ഥിരം കടുകിടുമ്പോൾ എൻ്റെ കഴുത്തിലേക്കൊക്കെ തെറി. ഇപ്പം കമലിൻ്റെ വയറ്റിൽ തെറിച്ചിട്ടുണ്ട്. ഒരാൾ ഷർട്ട് ഇടാതെ നിൽക്കുകയായിരുന്നേ അടുത്ത്. ഓക്കെ, ദെൻ ആസ് യൂഷ്വൽ കറിവേപ്പില. ഇത്തിരി വാടിയ കറിവേപ്പിലാണ്. ഇനി എനിക്ക് പുതിയ കറിവേപ്പില മേയ്ക്കണം. പിന്നെ പച്ചമുളക്, 2 കുഞ്ഞ് പച്ചമുളക്. ഇവിടുത്തെ പച്ചമുളകിന് ഭയങ്കര എരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരി അനുസരിച്ച്. പിന്നെ വറ്റൽമുളക് ഇടാം കേട്ടോ, എനിക്കുണ്ട്, പക്ഷെ ഞാൻ അത് ഇടുന്നില്ല കേട്ടോ ഇപ്പം വറ്റൽമുളക്. അപ്പം സോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇടാൻ പോകുന്നതിൽ സവാള, പിന്നെ ഒരു 4, ഇതിപ്പോൾ ഞാനൊരു 2 വലിയ സവാളയും ഒരു കുഞ്ഞി സവാള എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 4 അല്ലി വെളുത്തുള്ളി അതിൽ കൂടെ തന്നെ ഒരുമിച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. സെപ്പറേറ്റ് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ ഇടാവുന്നതേ ഉള്ളൂ. ഇതിടുക, വെളുത്തുള്ളിയും സവാളയും. ഓക്കെ, എന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇടാൻ വേണ്ടി എടുത്തേക്കുന്നത് 4 പൊട്ടറ്റോ ആണ്. ഒരു മീഡിയം വലിപ്പം, ഏകദേശം വലിയ പൊട്ടറ്റോ 4 അതിന് 2-3 സവാള ധാരാളമാണ്. 4 അല്ലി വെളുത്തുള്ളി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഇതൊരു തീരെ അങ്ങ് ബ്രൗൺ ആവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊട്ടറ്റോ ഇട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഇതിപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഇതായിട്ടുണ്ട്, സോട്ടായിട്ടുണ്ട്. നമുക്ക് ഉപ്പിടാമേ. ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിന് കണക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഉള്ളി ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 5 മിനിറ്റും കൂടെ സോട്ട് ചെയ്താൽ നമ്മൾ സാധനം റെഡിയാവും കേട്ടോ. അത്ര വേവ് നമുക്ക് മസാലയ്ക്ക് വേണ്ട. പിന്നെ ഇതിൽ ഇനി ഇടാൻ പോകുന്ന പൊടിയെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ദാറ്റ്സ് ഓൾ. അതോടെ തന്നെ കുറച്ച് മസാല, ഗരം മസാല പൊടിച്ചത്, വീട്ടിൽ പൊടിച്ച ഗരം മസാല ഒരു നുള്ള് ലാസ്റ്റ് മണത്തിന് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സോട്ടായതിന് ശേഷം കാണിക്കാമേ. ഓക്കെ, അടുത്ത നമുക്ക് ഇതിപ്പോൾ ഉള്ളി സോട്ടായി വന്നിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പക്ഷെ നമ്മുടെ മസാല മഞ്ഞ കളറിലാണ് എടുക്കുന്നത്. പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ചേർക്കാം കേട്ടോ, അപ്പം കളർ മാറും. മല്ലിപ്പൊടി. ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്ന ഐറ്റംസ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പൊടികളിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഓക്കെ, കൈ യൂസ് ചെയ്യാൻ നമ്മൾ വീട്ടിലുള്ളവരല്ലേ കഴിക്കുന്നത്, നമുക്ക് കൈ യൂസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ഇത് വേണമെന്നുള്ളവർ സ്പൂണിലോ അങ്ങനെ എന്തെങ്കിലും പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4 പൊട്ടറ്റോ ഞാൻ 3 വിസിൽ ചെയ്തതാണേ. ഓക്കെ ഓക്കെ ചെറിയൊരു പാൻ സൂക്ഷിച്ചിളക്കണം, അല്ലെങ്കിൽ പൊട്ടറ്റോ എല്ലാം പോകും കറി. ഓക്കെ, 3 വിസിലെ പൊട്ടറ്റോ വേവാൻ വേണ്ടി തൊലിയോടുകൂടി പൊട്ടറ്റോ വേവിക്കാൻ ഇട്ടതാണ്. തൊലി ഇല്ലാണ്ടും വേവിക്കാം, അതാകുമ്പോൾ 2 വിസിൽ മതിയേ വേവാൻ.
അപ്പം ദോശപ്പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി ദോശപ്പാൻ. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണേ, അടിയിൽ പിടിക്കാം, അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഓയിൽ അപ്ലൈ ചെയ്യുക. നമുക്കൊരു മീഡിയം സൈസ് ഒരു 1.5 തവി മാവ് മതി. ഭക്ഷണ രീതി നമുക്ക് വലിപ്പത്തിലുണ്ടാക്കാം. ഓക്കെ, ദോശ ഒരു സൈഡ് ആയിട്ടുണ്ട്, മറിച്ചിടാം. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് മസാല ഇങ്ങനെ ഈ സൈഡിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞ് തിരിച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തും നമുക്ക് വെക്കാം. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് ഇത് റെഡി ആകുമ്പോഴത്തേക്കും മസാല വെച്ച് എടുക്കുകയാണ്. അപ്പം കുറച്ചൊന്ന് ഒരു സൈഡ് മൊരിയട്ടെ, എന്നിട്ട് നമുക്ക് മസാല വെച്ച് കൊടുത്ത് എടുക്കാം. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു ഈ സൈഡിൽ തന്നെ വെക്കാമെന്ന്. പിന്നെ നെയ്യുള്ളവർക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് തടവി കൊടുക്കാം കേട്ടോ. അപ്പം ഒരു സ്പൂൺ മസാല വെക്കാം കേട്ടോ. നമുക്ക് 1 സ്പൂൺ ധാരാളമാണ് ഇവിടെ. ഒത്തിരി പൊട്ടറ്റോ വന്നാൽ ഇവിടെ ആരും കഴിക്കത്തില്ല. സോ നമുക്ക് വേണമെന്നുള്ള അത്രയുള്ള മസാല വെച്ച് കൊടുക്കാം, എന്നിട്ട് റാപ്പ് ചെയ്യാം. ദോശ ഇനിയും മൊരിയണമെന്നുള്ളവർക്ക്, ഇതിപ്പം മൊരിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിന് വലിയ കളറ് തോന്നിക്കുന്നില്ല എനിക്ക്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അപ്പം എല്ലാ സ്ഥലത്തേക്ക് മസാല എത്തിക്കോളും. ഓക്കെ, നെയ്യ് കിട്ടാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ മസാല ദോശ റെഡി ആയിരിക്കുകയാണ്, കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? ഇത് നമുക്ക് ചമ്മന്തിയിലൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ അല്ല, അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയുണ്ട്, ഒരു വടയുണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.